ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്നൊരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരമാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഗൈഡൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം ഏതാണോ ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ ഫയൽ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്താൽ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനായിട്ട്, അത് പരിഹരിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ തംബ്നെയിലിൽ നൽകിയിട്ടുള്ള 3 ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാർഡുകളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു മീഡിയമാണ് നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുന്നതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇൻറ്റ്യൂട്ടീവ്ലി വേണം നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുന്നതിനായിട്ട്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതവുമായി അടുത്ത് നിൽക്കുന്ന സന്ദേശങ്ങളും ഗൈഡൻസസും മാത്രം സ്വീകരിക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർമ്മിക്കണം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇന്ന നിമിഷം വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ എന്ത് പ്രശ്നമാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നത്, ഏത് പ്രശ്നത്തിലാണ് നിങ്ങൾക്ക് പരിഹാരം വേണ്ടത് എങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുക. നമുക്ക് അതിനുള്ള പരിഹാരം എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ഇപ്പോൾ ഗ്രൂപ്പ് 1ൽപ്പെട്ടുള്ള കളക്റ്റീവ് അവരിപ്പോൾ ചിന്തിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവർ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം, അതിനുള്ള പരിഹാരമാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യമേ നിങ്ങളോട് പറയുന്നു, ഇതൊരു പ്രശ്നം എന്നതിലുപരി ഇതൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യാതെ നിൽക്കാൻ പറയുന്നു. നിങ്ങളിവിടെ കുറച്ച് ക്ഷമ കാണിക്കേണ്ട സമയമാണ്. എതിർക്കാൻ നിൽക്കാതെ ഈ ഒരു സിറ്റുവേഷനെ അനലൈസ് ചെയ്തുകൊണ്ട് ക്ഷമയോടെ സമയമെടുത്ത് അനലൈസ് ചെയ്തിട്ടാണ് ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. എടുത്തോ പിടിച്ചോ എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, അതിനെ തടയാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രശ്നത്തിനെതിരെ അതിനെ മറികടക്കാനായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷനും കൂടുതൽ ബുദ്ധിമുട്ടുമാണ് നിങ്ങൾ അനുഭവിക്കുക. അന്നേരം നിങ്ങൾ കുറച്ചൊന്ന് ആ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് ആ ഒരു സിറ്റുവേഷനെ മൊത്തമായി മനസ്സിലാക്കി സമാധാനത്തോടെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പരിഹാരം പെട്ടെന്ന് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം കാരണം നിങ്ങൾ ഒട്ടും നിങ്ങളെ കെയർ ചെയ്യുന്നില്ല. നിങ്ങളെ ഒട്ടും എന്താ പറയുക, ഒരു വേണ്ട ഒരു റെസ്റ്റ് എടുക്കുക, ഭക്ഷണം കൃത്യമായി വയ്ക്കുക, ഒന്നുമില്ല. നിങ്ങൾ വളരെയധികം ടെൻസ്ഡ് ആണ്. ഓക്കെ, ഒരുപാട് ചിന്തിക്കുകയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച്, കാട് കയറി ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കായിരിക്കണം, അത് പറയുന്നുണ്ട്. സോളിറ്റ്യൂഡിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഈ ഒരു പ്രശ്നം എന്താണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്ക് എടുത്താൽ എഴുതാം. ഓക്കെ, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ, കാര്യങ്ങൾ, ഇതാണ് പ്രശ്നം. നിങ്ങൾ എന്ത് പരിഹാരമാണ് ഇതിന് ആഗ്രഹിക്കുന്നത്, അത് നടക്കാനുള്ള സാധ്യത എങ്ങനെയാണ്, അത് നടക്കണമെങ്കിൽ എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ടൊന്ന് വിശകലനം ചെയ്യാം. അതിനിപ്പോൾ ഒരുപാട് മാസങ്ങളൊന്നും എടുക്കില്ലല്ലോ. നമ്മൾ അതിനായിട്ട് കുറച്ച് നേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ ആദ്യമേ ആ ഒരു പ്രശ്നത്തിനെ റെസിസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾ അംഗീകരിക്കണം. മനസ്സിലായല്ലോ? അത് അംഗീകരിക്കുക. കൃത്യമായൊരു പ്ലാനിങ്ങോടെ വേണം ഈ ഒരു പ്രശ്നത്തിനെ സമീപിക്കാൻ. ഓക്കെ, അപ്പം അതിനായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്ത് പരിഹാരമാണ് വേണ്ടത് എന്നും കൂടെ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ആക്ഷൻസ്, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് എങ്ങനെ പരിഹരിക്കാം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്നുള്ളതിനുള്ള ഉത്തരവും നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ നിങ്ങളോട് ആദ്യമേ പറയുന്നു, ഈ ഒരു ആൻസൈറ്റി, ഓവർ തിങ്കിങ് കാരണം നിങ്ങൾക്ക് ഒരു കൃത്യമായ തീരുമാനം എടുക്കാൻ പറ്റാതെ ഈ പ്രശ്നത്തിൽ കൂടുതൽ പെട്ടുകുഴലാനായിട്ടൊരു സാധ്യതയുണ്ട്. ഓക്കെ, അതിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ പല അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ ഉണ്ട്, ഇപ്പോഴേ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ, നിങ്ങൾക്ക് ആ സൊല്യൂഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല തരത്തിൽ ഈ പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പം അത് ഒക്കെ കൃത്യമായി തിരിച്ചറിയണമെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ പ്രശ്നം പരിഹരിക്കാൻ അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം സ്വസ്ഥമായിട്ടിരിക്കണം. നിങ്ങൾ ഈ ഓവർ തിങ്ക് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അവസരങ്ങൾ വരുമ്പോൾ പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ നിങ്ങളിൽ നിന്ന് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു പ്രതീക്ഷ വെക്കാനും കൂടെ നിങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും, അതിന് പരിഹാരം കാണാൻ സാധിക്കും.
ഒരു നെഗറ്റീവ് ടോണിലൂടെ അതിൽ കാണാതെ ഇത് ആകെ പ്രശ്നമാണ്, ഞങ്ങൾ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ, ഇതിനൊരു പ്രശ്നം പരിഹാരം ഒന്നും കാണാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഇതൊക്കെ പ്രശ്നം പരിഹാരം കാണാനായിട്ട് സാധിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല, വളരെ പെട്ടെന്ന് തന്നെ എല്ലാം വളരെ സ്വസ്ഥമായിട്ട് മാറും. അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടെ ഈ ഒരു പ്രശ്നത്തിനെ സമീപിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച വേദനയുടെ ബാക്കിപത്രമാണ് ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് ഈ പ്രശ്നമെങ്കിൽ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനയും വെച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നോക്കരുത്. എന്നാൽ എനിക്ക് അതിനെ സംഭവിച്ചതല്ലേ എന്ന് ആ ഒരു ഫീലിങ്സോട് കൂടെ നിന്നിട്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ നോക്കിയാൽ നിങ്ങൾ എങ്ങും എത്തില്ല. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. ആ പ്രശ്നത്തിനെ നിങ്ങളെ സമീപിക്കുന്ന രീതിയാണ് മാറ്റേണ്ടത്. നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ അടിച്ചിട്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. ഒരുപാട് ടെൻഷൻ അടിക്കുമ്പോഴാണ് നിങ്ങൾ അവിടെ കൺഫ്യൂസ്ഡ് ആകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് എന്നാൽ എനിക്ക് സംഭവിച്ചതാണ്, എനിക്കിങ്ങനെ സംഭവിച്ചതല്ലേ, എന്നിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംഭവിക്കണേ, അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലാണ് നിങ്ങൾ ഇപ്പോഴും പ്രശ്നം അനുഭവിക്കുന്നതെങ്കിൽ, എന്നാലും എനിക്കതൊന്നും സംഭവിച്ചല്ലോ, അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഈ പ്രശ്നം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു, ഈ ഒരു ചിന്ത ഇങ്ങനെ കണ്ടിന്യൂസ്ലി മനസ്സിലേക്ക് വരുന്നുണ്ടാവും. അതിനെ നിങ്ങൾ നിർത്തണം. അത് നിർത്തുമ്പോഴാണ് നിങ്ങൾ അവിടെ ഒരു ഇമോഷണലി ഈ ഒരു പ്രശ്നം ഡീൽ ചെയ്യുന്നതിന് നിങ്ങൾ കൃത്യമായി അവൈലബിൾ ആകുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പരിഹാര മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകും. കാരണം നിങ്ങൾ ഈ വിക്ടിം മെന്റാലിറ്റിയിലാണ്, മനസ്സിലായില്ലേ? ആ വിക്ടിം മെന്റാലിറ്റിയിൽ പുറത്ത് കിടക്കണം. ഇങ്ങനെ പ്രശ്നം സംഭവിച്ചു, ശരിയാണ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, എന്നിട്ടും ഈ പ്രശ്നം സംഭവിച്ചു, ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇതല്ല എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം. ഞാൻ ഇതിൽ എന്തായാലും പുറത്ത് കടക്കും എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. നിങ്ങളോട് വളരെ ധൈര്യസമേതം മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. കാൽക്കുലേറ്റഡ് റിസ്ക് മാത്രം ഈ ഒരു കാര്യത്തിൽ എടുക്കുക. ഒരു പ്ലാനും ഇല്ലാതെ ഈ ഒരു പ്രശ്നത്തിന് പരിഹരിക്കാൻ പോവുക, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പോവുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളോട് പറയുന്നത് കൃത്യമായിട്ട് കാര്യത്തിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്ലാനോടുകൂടെ വേണം ഈ ഒരു പ്രശ്നത്തിനെ നിങ്ങൾ സമീപിക്കുന്നതിനായിട്ട്. നിങ്ങളുടെ കംഫർട്ട് സോണിന് എന്തായാലും പുറത്തു കിടക്കേണ്ടി വരും. സമാധാനത്തോടെ ഇരുന്നാൽ മാത്രമേ, പ്രത്യേകിച്ച് മനസ്സിന് സമാധാനം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളുടെ ഒരു മെന്റർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടീച്ചർ, അല്ലെങ്കിൽ നിങ്ങളുടെ മുതിർന്നൊരു വ്യക്തി, പക്ഷെ ഏതൊരു കാര്യത്തിനും നിങ്ങൾ അഡ്വൈസിന് പോകുന്ന ഒരു വ്യക്തി, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു അഡ്വൈസ് ഈ ഒരു കാര്യത്തിൽ, അവരുടെ ഒരു സഹായം ഈ ഒരു കാര്യത്തിൽ തേടുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും എന്നും കൂടെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ജീവിതാനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുത്തിട്ടുള്ള പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഇവിടെ ഓർക്കുന്നതിനും ആ പാഠങ്ങളെ നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നതിനും വളരെ അനുകൂലമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ചില പാഠങ്ങൾ ഇപ്പം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും. അപ്പം അതൊന്ന് വെച്ചുകൊണ്ട്, ആ ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിനെ ഒന്നും കൂടെ ഒന്ന് വിശകലനം ചെയ്യാനാണ് പറയുന്നത്. പിന്നെ വളരെ പോസിറ്റീവായിട്ടിരിക്കുക, അതായത് ഈ ഒരു പ്രശ്നം എന്തായാലും പരിഹരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷ, ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അതാണ് എപ്പോഴും വേണ്ടത്. പിന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നൊരു വിശ്വാസവും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ പ്രശ്നത്തിന് എന്തായാലും എനിക്ക് പരിഹാരം കാണാൻ സാധിക്കും, ഇതിലെന്തായാലും ഞാൻ പുറത്ത് കടന്നിരിക്കും എന്നൊരു വിശ്വാസവും നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കടക്കാനും ആ ഒരു പ്രശ്ന പരിഹാരം എന്ന കാര്യം നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. ഈ ഗൈഡൻസ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2 നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്നത്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ് ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം എങ്ങനെ കണ്ടെത്താം?
ആദ്യമേ തന്നെ നിങ്ങളോട് പറയുന്നു, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ വികാരങ്ങൾ കൂടുതലായിട്ട് ഇതിലേക്ക് എന്താ പറയുക മിക്സപ്പ് ആകുന്നു. ഇവിടെ ഇമോഷൻസ് വെച്ചിട്ടല്ല നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിനെ സമീപിക്കേണ്ടത്. ഓക്കെ, ഇമോഷൻസ് കൂടുതലായിട്ട് ഇൻവോൾവ് ആകാണ്. ആ ഇമോഷൻസിനെ ഒന്ന് അതിൽ നിന്ന് പിൻവലിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ടു മച്ച് ഇമോഷണലി അല്ല ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സമീപിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു പ്രശ്നത്തിനെ നിങ്ങൾ സമീപിക്കേണ്ടത് അവിടെ നിങ്ങളുടെ ലോജിക്കൽ സൈഡും ഈക്വലി ആക്റ്റീവ് ആയിരിക്കണം. ഒരു മെച്യൂർ പേഴ്സണായി നിന്നുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ നോക്കി കാണാനായിട്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഈ ഇമോഷണലി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം വീക്കായി പോകും, ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റാതെ വരും എന്ന് കാണുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയണ്ടേ, ക്യൂൻ ഓഫ് സോർട്സ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് തന്നെ അംഗീകരിക്കുക, ആ യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കുക. ഈ ഒരു പ്രശ്നം അതിൽ നിങ്ങൾക്ക് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുക. ഓക്കെ, നിങ്ങൾ ഇതിൽ ഇത്രയും ഇൻവോൾവ് ആകുന്നത് നിങ്ങൾക്ക് നല്ലതാണോ എന്നുള്ളത് നോക്കുക. ഇതെന്തുകൊണ്ട് ഈ പ്രശ്നം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കുക. എന്തുകൊണ്ടാണ് ഇത് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല, അതിന് എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് കാരണം, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നാണ് എനിക്ക് കാണുന്നത്. ആ യാഥാർത്ഥ്യം കുറച്ച് ചവർപ്പുള്ളതാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അതിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചില തെറ്റുകൾ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ഭാഗത്ത് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകാം. അത് ആക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ മനുഷ്യരാണല്ലോ, തെറ്റുകൾ പറ്റുമല്ലോ. ഓക്കെ, തെറ്റുകൾ പറ്റി എന്നറിഞ്ഞ് അത് തിരുത്തുന്നിടത്താണ് നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റുന്നത്. തെറ്റുകൾ പറ്റിയിട്ട് അതിനൊഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പറ്റിയില്ല എന്ന് വാദിക്കുമ്പോൾ അവിടെ നമ്മൾ വളരില്ല. ഓക്കെ, നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല, ചുറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാവില്ല. അത് തെറ്റ് പറ്റിയെന്ന് അംഗീകരിച്ച് അതിനെ തിരുത്താൻ ശ്രമിക്കുന്നിടത്താണ് വിജയം, നമ്മുടെ വിജയം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില വസ്തുതകളുണ്ട് ഈ ഒരു പ്രശ്നത്തില്. അതിനെ ആദ്യമേ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. അത് കുറച്ച് ചവർപ്പുണ്ടെങ്കിലും അതങ്ങോട്ട് അംഗീകരിക്കുക. ഓക്കെ, പിന്നൊരു എന്താ പറയാ, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിലൂടെ നിങ്ങൾക്കൊരു ഹീലിംഗ് ആണ് ഉണ്ടാകുന്നത് എന്നൊരു ബോധ്യത്തോടെ ഈ പ്രശ്നത്തിനെ സമീപിക്കുക. ഓക്കെ, ഇത് പരിഹരിക്കുന്നതോടുകൂടെ എനിക്ക് നല്ലതാണ്, എനിക്ക് ഹീലിംഗ് സംഭവിക്കും, എനിക്കത് ജീവിതത്തിൽ നല്ലതാണ്, എനിക്ക് കൂടുതൽ ഒരു പോസിറ്റീവ് എനർജിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇത് സഹായിക്കും എന്ന ബോധ്യത്തോടെ നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിനെ നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് അതിന് പരിഹാരം കണ്ടെത്താനും പെട്ടെന്ന് സാധിക്കും. ഓക്കെ, നിങ്ങൾക്കാണ് ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ സമാധാനത്തിനും നിങ്ങളുടെ ജീവിതം ഉയരുന്നതിനുമാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഉയരണം എന്ന ഉറച്ച വിശ്വാസത്തോടെ, ആ ഒരു ആത്മവിശ്വാസത്തോടെ, അതായത് എനിക്ക് ജീവിതത്തിൽ ഉയർന്നേ പറ്റുള്ളൂ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയം ഉണ്ടായേ പറ്റുള്ളൂ, അതിന് ഈ ഒരു പ്രശ്നം ഒരു തടസ്സമാവരുത് എന്നാ ഒരു ഒരു ബോധ്യം വേണം. ആ ബോധ്യത്തോടെ വളരെ ഒരു ആത്മധൈര്യത്തോടെ ഈ ഒരു കാര്യത്തിനെ നിങ്ങൾ സമീപിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കാണ് പ്രയോറിറ്റി. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥത, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണം. ഈ കാര്യങ്ങൾക്കാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് വെച്ചിട്ട് വേണം ഈ ഒരു പ്രശ്നത്തിനെ സമീപിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്താൻ പറ്റും. ആ പരിഹാരം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്, എന്താണോ ചെയ്യേണ്ടത്, അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളെ കൊണ്ട് അത് സാധിക്കും. എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങളുടെ തോന്നലാണ്, അതല്ല യാഥാർത്ഥ്യം. ഓക്കെ, കുറച്ച് സമയം എടുക്കുമായിരിക്കും, ക്ഷമ കാണിക്കണം. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ പരിഹാരത്തിനുള്ള അല്ലെങ്കിൽ അതിന് പുറത്തു കിടക്കുന്നതിനുള്ള മാർഗം നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ആ ചെയ്യേണ്ട കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. നിരന്തരം ചെയ്യേണ്ടത് നിരന്തരം ചെയ്യുക. അങ്ങനെ ചെയ്താണ് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നത്. അതിന് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും, പക്ഷെ ആ സമയം എടുക്കുന്നത് നിങ്ങളുടെ നല്ലതിന് തന്നെയാണ്, അല്ലേ? അത് വേരോടെ ആ പ്രശ്നത്തിനെ പിഴുതു കളയുന്നല്ലേ നല്ലത്, അത് പകുതിയോടെ വെച്ച് നിർത്തുന്നതിനേക്കാളും. അപ്പൊ അതിനാണ് കുറച്ച് സമയം എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആ ക്ഷമ അവിടെ കാണിക്കണം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ക്ഷമ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്കില്ലാത്തതും അതാണെന്ന് ഞാൻ കേൾക്കുന്നു. ഓക്കെ, യൂണിവേഴ്സ് ആദ്യമായിട്ടാണ് കുറച്ചൊരു കാഠിന്യമുള്ള ശബ്ദത്തിൽ സംസാരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെസ്സേജസ് വരുന്നതായിട്ട് എനിക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ ഈ ഒരു പ്രശ്നം അനാവശ്യമായി നിങ്ങൾ വലുതാക്കുകയാണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ വികാരങ്ങളാണ് ഇവിടെ കൂടുതൽ, അതാണ് അങ്ങനെ വലുതായി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു തരത്തില് സബ് കോൺഷ്യസ്ലി നിങ്ങളിത് ഈ ഒരു പ്രശ്നത്തിനെ ഇത്രയും വലുതാവാനും നിങ്ങളുടെ ജീവിതത്തിനെ ഇത്രയും പ്രതികൂലമായി അത് എഫക്റ്റ് ചെയ്യാനും ബാധിക്കാനും നിങ്ങൾ അനുവദിക്കുന്നു എന്നൊരു തോന്നല് ഉണ്ട് യൂണിവേഴ്സിന്. അതൊരു സത്യം തന്നെയാണ്, അതിനെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഓക്കെ,
ഇനി എന്താണ് യൂണിവേഴ്സ് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ ഡിവൈൻ ഇന്റർവെൻഷൻ അവിടെ ഉണ്ടാകും. ടവർ മൊമെന്റ് ഒട്ടും സ്വസ്ഥത തരുന്ന അല്ലെങ്കിൽ ഒട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ടവർ മൊമെന്റ്. ഓക്കെ, അത് നല്ല കാര്യം നടക്കുന്നതാണെങ്കിലും ഒരു രാത്രി കൊണ്ട് കാര്യങ്ങൾ മാറി മറിയാന്ന് പറയുമ്പോൾ നല്ല രീതിക്കാണെങ്കിലും ചീത്ത രീതിക്കാണെങ്കിലും അതിനോട് പൊരുത്തപ്പെടാൻ നമുക്കൊരു സമയം വേണ്ടി വരും ഇല്ലേ, അത് നല്ലതാണെങ്കിൽ പോലും. അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആക്ഷൻസ് എടുക്കുന്നില്ല, നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാവുക. നിങ്ങൾ തന്നെയാണ് പിന്നെ അത് കൂടുതൽ ആ പ്രശ്നം വഷളാക്കുന്നതിനും പിന്നെ അതൊരു എന്താ പറയുക ടവർ മോമെന്റിലേക്ക് പോകുന്നതിനും കാരണമാകും. അത് വരുത്താതിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെ നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ അവരുടെ സഹായം പ്രത്യേകം ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. അവരുടെ സപ്പോർട്ട് ഒക്കെ പ്രത്യേകം ചോദിക്കുന്നതിനായിട്ട് പറയുന്നു. പിന്നെ അവർ തരുന്ന സജഷൻസ്, ഗൈഡൻസ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ വ്യക്തി തരുന്ന സജഷൻസ്, ഗൈഡൻസ് അതൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഒരു പോസിറ്റീവ് ലൈറ്റിലൂടെ അത് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കെതിരെ നിൽക്കുന്നു, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ തന്നെ ദ്രോഹിക്കുന്നു എന്നുള്ള നിങ്ങളുടെ ഭാഗത്തെ തെറ്റും നിങ്ങളുടെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടുള്ള വീഴ്ചകളും ചിലപ്പോൾ അവർ വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ അതിനെ എന്താ പറയുക ന്യായീകരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ അപ്പോഴേക്കും എന്താ പറയുക ഒരു തടയിടാൻ നിൽക്കുക, ഓൾറെഡി ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി. അത് ചെയ്യാതിരിക്കുക, അതൊരു പോസിറ്റീവ് ലൈറ്റിൽ കാണാം. നിങ്ങൾ നന്നാവണം എന്ന് വെച്ചിട്ടാണല്ലോ പറയണത്. വേണമെങ്കിൽ ആ വ്യക്തിക്ക് മിണ്ടാതിരിക്കാം, അവരെങ്ങനെ ഡീൽ ചെയ്തോട്ടെ എന്ന് വിചാരിക്കാം. നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് നിങ്ങളുടെ ലൈഫ് നന്നാകണം എന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് അവരെ സജഷൻസ് അല്ലെങ്കിൽ ആ ഗൈഡൻസ് തരുന്നത്, അവരുടേതായ സജഷൻസ് തരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. നിങ്ങളോട് അതുപോലെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അധികം ഈ പറയണ നിങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ വളരെ അടുത്ത ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അവരിലെ നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആളുടെ അടുത്ത് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തരുന്ന ഗൈഡൻസ്, സജഷൻസ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതൊരു പോസിറ്റീവ് ടോണിൽ കാണുന്നതിനായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ നൽകുന്നതിനായിട്ടുമാണ് ആ സജഷൻസ് എന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളോട് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ മറികടന്നതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നല്ല രീതിക്ക് ആ പ്രശ്നം സോൾവ് ചെയ്തതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ എങ്ങനെയാണോ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുക, അത് സംഭവിച്ചു എന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. പിന്നെ ഈ കഴിയുന്നതും അധികം ആരോടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഷെയർ ചെയ്യാതിരിക്കാനും പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി വേദനിപ്പിച്ച ആളുകൾ, നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ച ആളുകൾ, അവരിൽ നിന്നൊരു അകൽച്ച പാലിക്കാനും നിങ്ങളോട് പറയുന്നു. അവർക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുക്കാതിരിക്കുക. ഓക്കെ, അവരിൽ നിന്ന് നിങ്ങളൊരു അകൽച്ച പാലിക്കണം. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ വളരെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. സത്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട്, നിങ്ങളിൽ നിന്ന് പറ്റിയ തെറ്റുകളൊക്കെ സമ്മതിച്ചുകൊണ്ട്, നിങ്ങളിൽ നിന്ന് പറ്റിയ വീഴ്ചകളെയൊക്കെ സമ്മതിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഈഗോ മാറ്റിവെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലം ഒരു ടവർ മൊമെന്റ് ആണ്, അത് ഒട്ടും സുഖകരമായിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം. ഇങ്ങനെയാണ് നിങ്ങൾ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിനുള്ള ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ പുറത്തു കടക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ റീഡിംഗിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തംബ്നെയിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം എങ്ങനെ കണ്ടെത്താം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് അവർക്ക് എങ്ങനെയാണ് ഒരു പരിഹാരം അതിനെ കണ്ടെത്താനായിട്ട് സാധിക്കുക, അതിനെ സംബന്ധിച്ചൊരു ഗൈഡൻസ്. നിങ്ങളുടെ എന്തിനാ ആത്മവിശ്വാസം കൈവിടരുതെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇതെന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. നിങ്ങൾ സമാനമായ ഇതുപോലെ പ്രശ്നങ്ങളിൽ നിന്ന് മുന്നും വളരെ വിജയകരമായിട്ട് പുറത്തു കടന്നിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ടും എന്തിനാണ് നിങ്ങൾക്ക് ഈ ഒരു ഭയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ആശങ്ക എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗം നിങ്ങൾക്കറിയാം. നിങ്ങൾ അത്രയും പ്രശ്നങ്ങളിൽ മുന്നേ കടന്ന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും കൂടെ നിങ്ങൾ മുന്നേ കടന്നു വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ പ്രശ്നങ്ങളിൽ കൂടെ നിങ്ങൾ മുന്നേ കടന്നു വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക.
ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പക്ഷേ ഈ ഒരു കാര്യത്തിലായിരിക്കണം. ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നായിരിക്കണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു എന്താ പറയണ്ടേ, ഇപ്പൊ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ഒരു പ്രശ്നത്തിനാണ്, അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിനാണ്. പരിഹാരം കണ്ടെത്തുന്നതിന് പലതരത്തിലുള്ള സഹായങ്ങൾ, സജഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സഹായങ്ങൾ, അതിനുള്ള സപ്പോർട്ട് പല രീതിയിലും വരും. ആ വരുന്ന സപ്പോർട്ടുകൾ, സജഷൻസ്, അഡ്വൈസ് ഇതെല്ലാം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. ഓക്കെ, ആരും എന്നെ സഹായിക്കണം, ഞാൻ ഒറ്റയ്ക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം, ഒരിക്കലും അങ്ങനെ പാടില്ല. നിങ്ങൾക്ക് പല തരത്തിലും നിങ്ങൾക്ക് ആ സഹായങ്ങൾ വരുന്നതാണെന്ന് കാണുന്നു, അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് പല മാർഗങ്ങൾ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തരുന്നതാണെന്ന് കാണുന്നു. ഓക്കെ, ഒരു ഇൻറ്റ്യൂട്ടീവ്ലി അല്ലെങ്കിൽ ഒരു ഡൗൺലോഡ് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നതാണ്. പക്ഷെ നിങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഓക്കെ, ഇതൊരു സൊല്യൂഷനാണ്, ഇത് ഇങ്ങനെ ചെയ്താൽ എനിക്ക് അതിന് പ്രശ്നത്തിൽ നിന്ന് മറികടക്കാനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റണം. അതിന് അനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ളവര്, ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിലുള്ളവര് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന് സഹായിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ അവരുണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് സജഷൻസ് തരുന്നതാണ്. അവർ അങ്ങനെ എന്തെങ്കിലും സജഷൻസോ അഡ്വൈസോ തരുമ്പോൾ സമാധാനമായിട്ട് അത് കേട്ട് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് എന്നിട്ടൊരു തീരുമാനത്തിൽ വരിക. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണർ അവർ നിങ്ങളെ ശരിക്കും സഹായിക്കുന്നതാണെന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ക്ലോസ്ഡ് ഫാമിലി, അപ്പോൾ അവർക്ക് ഈ പ്രശ്നത്തിൽ നിങ്ങൾ പുറത്തു കിടക്കാനായിട്ട് സഹായിക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ വളരെ മെച്ചോറായിട്ടുള്ള, വളരെ ഒരു എന്താ പറയുക, ചിലപ്പോൾ പ്രായത്തിന് കവിഞ്ഞ് മെച്ചൂരിറ്റുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും, കുറച്ച് ഇരുത്തം വന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ഓക്കെ, അവർക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരാളായിരിക്കും. ആ വ്യക്തിയുടെ സഹായം ചോദിക്കാനാണ് പറയുന്നത്. അവരോട് ഈ പ്രശ്നം പ്രസന്റ് ചെയ്യുക, അവർ പറയുന്ന ഗൈഡൻസ്, അവർ തരുന്ന സജഷൻസ്, അവർ തരുന്ന ആ ഒരു അഡ്വൈസ് ഫോളോ ചെയ്യുക. നിങ്ങൾക്കത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് കാണുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആലോചിക്കണം. അവർ തരുന്ന ആ സജഷൻസ് ഒക്കെ അതിനെക്കുറിച്ച് കൃത്യമായി സമാധാനത്തോടെ ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനത്തിൽ എത്താനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ക്ഷമയോടെ ഈ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട് പറയുന്നു. വളരെ ക്ഷമയോടെ ഇതിന് ഡീൽ ചെയ്യണം. ഓക്കെ, പെട്ടെന്നൊരു പരിഹാരം കണ്ടിട്ട് എങ്ങനെയും ഇന്ന് പുറത്തു കൊടുക്കുക, അങ്ങനെയല്ല. നിങ്ങൾ കുറച്ച് ക്ഷമയോടെ വേണം ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ട്. ഇതിപ്പോ ഒരു പ്രണയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഒരു ബന്ധം അത് വേണോ വേണ്ടയോ തീരുമാനിക്കേണ്ടതാണ്. എങ്കിൽ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. നിങ്ങൾ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കണം. ഈ ഒരു റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഈ കണക്ഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കണം. കാരണം പ്രത്യേകിച്ച് ഈ ഒരു ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയല്ല, ആ വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയല്ല, കല്യാണത്തിന് ശേഷം അത് മാറുമായിരിക്കും എന്ന ഒരു വിശ്വാസം വെച്ചുകൊണ്ട് ഈ ഒരു ബന്ധവുമായിട്ട് മുന്നോട്ട് ഒട്ടും പോകാൻ പാടില്ല. ഓക്കെ, നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന, ഞാൻ എടുക്കുന്ന അതേ എഫേർട്ട് എന്നോട് തിരിച്ചെടുക്കുന്ന, ഞാൻ കൊടുക്കുന്ന അതേ കെയർ എനിക്ക് തിരിച്ചു നൽകുന്ന ഒരു വ്യക്തിയാണോ ഇപ്പം എൻ്റെ ജീവിതത്തിലുള്ളത് എന്ന് നിങ്ങൾ വളരെ ലോജിക്കലി ചിന്തിക്കും. ഇമോഷൻസിനെ മാറ്റി നിർത്തി നിങ്ങൾ രണ്ടുപേരും സ്പെൻഡ് ചെയ്ത നല്ല സമയങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിക്കൂ. അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അപ്പൊ ഈ വ്യക്തിയല്ല നിങ്ങളുടെ ആ ലോങ് ടേം പാർട്ട്ണർ. മനസ്സിലായോ? അപ്പൊ അതിൽ നിന്ന് പുറത്തു കിടക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രശ്നം. ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ പ്രശ്നം അതിന് തടസ്സമായി നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് പുറത്തു കിടക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഒരു എന്താ പറയാ, വളരെ ഒരു സ്ട്രെസ്ഫുള്ളി ഇരുന്നു കൊണ്ട്, ഒരുപാട് ടെൻഷൻ അടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൻഷ്യസ് ആയിട്ട് ഇരുന്നു കൊണ്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. നിങ്ങൾ റെസ്റ്റ് എടുക്കണം. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ച് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക, മര്യാദയ്ക്ക് ഉറങ്ങാതിരിക്കുക, വിശ്രമിക്കാതിരിക്കുക, അത് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുകയും നിങ്ങൾക്ക് കൃത്യമായ തീരുമാനം എടുക്കുന്നതിൽ പിഴവ് സംഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ വിശ്രമം എടുക്കേണ്ട സമയത്ത് വിശ്രമം എടുക്കുക, ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കുക. നിങ്ങൾ അതിനൊരു ഒന്ന് ഈ പറഞ്ഞ പോലെ
നിങ്ങളുടെ ഈ ഫാമിലിയിൽ ഈ പറഞ്ഞ ഒരാളുണ്ടല്ലോ, അത്യാവശ്യം മെച്ചുവർ ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ തരുന്ന സജഷൻസ് ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് നിങ്ങൾ ഇത്രയും നല്ല ജീവിതാനുഭവങ്ങൾ ഇതുപോലത്തെ സമാനമായ അനുഭവത്തിൽ നിങ്ങൾ മുന്നും കടന്നു പോന്നിട്ടില്ലേ, അപ്പൊ നിങ്ങൾ പഠിച്ച പാഠം എന്താണ്, ആ പാഠത്തിനെ ഒന്ന് കൺസിഡർ ചെയ്യൂ. അത് ഈ ഒരു പ്രശ്നത്തിന് അവസാനിപ്പിക്കുന്നതിന് നിങ്ങൾ സഹായിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, പ്രധാന കണ്ണി എന്നാണ് കേൾക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കൂ. ഇതുപോലെ സമാനമായ ഒരു സന്ദർഭത്തിലൂടെ നിങ്ങൾ കടന്നു പോന്നിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള പാഠമുണ്ട്. ആ പാഠം എന്താണ്, ആ പാഠമാണ് ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും. നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം ആകെ കീഴ്മേൽ മറിയാണ് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ കടന്നു പോകുന്നത്, ഈ പ്രശ്നത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളാണ്, നിങ്ങൾക്ക് നല്ലതല്ലാത്ത എനർജിയാണ്. അത് എപ്പോഴും ഓർക്കുക. ഓക്കെ, നിങ്ങളുടെ കൂടുതൽ ടെൻഷൻ അതാണ്. നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള നിങ്ങൾക്ക് ഗുണകരമായി വന്നിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രശ്നം കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കുണ്ട്. അത് പാടില്ല. ഈ ഒരു പ്രശ്നത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളാണ്, നിങ്ങൾക്ക് നല്ലതല്ലാത്ത എനർജീസ് ആണ്. അത് ആ വിശ്വാസം എപ്പോഴും ഉണ്ടാകുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഒരുപാട് സ്വസ്ഥത കിട്ടും ചെയ്യും. നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് കൂടുതൽ ഒരു വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഭയം, നിങ്ങളുടെ ഈ അനാവശ്യമായ ഭയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ. ഓക്കെ, അതിനാണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് എന്തൊക്കെയാണോ അതൊന്നും നിങ്ങൾക്ക് നല്ലതല്ല. അതിന്നല്ലെങ്കിൽ നാളെ ഇപ്പൊ നിങ്ങൾ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അത് വീണ്ടും ഭാവിയിൽ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പൊ പോകുന്നത് പോട്ടെ. അപ്പോഴാണ് നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അർഹിക്കുന്ന എനർജീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ എന്ന് എപ്പോഴും ഓർക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത്. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക്